ഓം നമോ ഭഗവതേ വാസുദേവായ. യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാദ് വിമുച്യതേ. നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. വിഷ്ണു സഹസ്രനാമത്തിലെ 241 മുതലുള്ള ഒരു നാമങ്ങൾ നോക്കാം. അപ്പോൾ ഇവിടെ രാവിലെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് നല്ലതാണെന്ന് പറയും. കാരണം അത് വളരെ സാത്വികമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് രാവിലെ. അപ്പോൾ അത് കാരണം രാവിലെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ നമുക്ക് ഒരുപാട് ജീവിതത്തിലെ കുറേ വിഘ്നങ്ങൾ ഇതെല്ലാം കുറച്ച് മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓരോ കാര്യങ്ങൾ ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം വിഷ്ണു സഹസ്രനാമം പാരായണം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ രാവിലെ ആ ഒരു നമ്മളെല്ലാം നിലനിർത്തുന്ന അല്ലെങ്കിൽ നമ്മളെ ഉറക്കുന്ന ഒരു വലിയ ശക്തിയാണ് ഈശ്വരൻ, അല്ലെങ്കിൽ അതിനെ നമ്മൾ അനന്തബോധശക്തി എന്ന് പറയാം. ആ ഒരു അനന്തബോധശക്തിയുമായിട്ട് നമ്മൾ സ്വയം നമ്മളെ തന്നെ കണക്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയുന്നു. അപ്പോൾ നമ്മുടെ ഒരുപാട് വിഘ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ്. അപ്പോൾ ഈ ഒരു വിഷുക്കാലത്ത് നമുക്ക് കുറച്ച് ഇത്തരം പാരായണങ്ങൾ ഒരു ശീലമാക്കാം. അപ്പോൾ നാളെ വിഷു ആണല്ലോ. അപ്പോൾ വിഷുവിന് നമുക്ക് ഒരു പുതിയ ഒരു സംസ്കാരത്തിലേക്ക് നമുക്ക് വരാം. അതായത് രാവിലെ വിഷ്ണു സഹസ്രനാമവും വൈകിട്ട് ലളിതാ സഹസ്രനാമവും ചൊല്ലുന്ന ഒരു രീതി നമുക്ക് ഉണ്ടെങ്കിൽ അത് നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കും എന്നും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിട്ടത് മാറും എന്നും പറയുന്നുണ്ട്. അപ്പോൾ വിഷ്ണു സഹസ്രനാമ ജപം ഒരു ശീലമാക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് 241 മുതലുള്ള ഒരു നാമങ്ങൾ നോക്കാം. സത്കർത്ത സത്കൃത സാധുർജനോ നാരായണോ നര അസംഖ്യേയോ അപ്രമേയാത്മാ വിശിഷ്ടശിഷ്ടകൃഷി ആ ഭാഗത്താണ്. അപ്പോൾ സത്കർത്ത 241 സത്കർത്ത, സത്കരിക്കുന്നവൻ എന്നാണ്. നല്ല പ്രവൃത്തി ചെയ്യുന്നവൻ കർത്ത ചെയ്യുന്നവൻ, സത്ത് നല്ലത്. അപ്പം നല്ല പ്രവൃത്തി ചെയ്യുന്നവനെയാണ് സത്കർത്ത എന്ന് വിളിക്കുന്നത്. ഭഗവാനെ ആദരവോടെ സ്വീകരിച്ച് ഉപഹാരങ്ങൾ കൊണ്ടും നല്ല വാക്കുകൾ കൊണ്ടും പൂജിച്ച് സന്തോഷിപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം. നല്ല പ്രവൃത്തി ചെയ്യുന്നവൻ എന്നും അർത്ഥമുണ്ട്. ഋഷിമാർ, ജ്ഞാനികൾ, ഭക്തർ തുടങ്ങിയവരെ ബഹുമാനിക്കാനും ആദരപൂർവ്വം പൂജിക്കാനും ഭഗവാൻ സന്നദ്ധനാണ്. സത്കർത്ത എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഭഗവാനെ പൂജിക്കുകയല്ല. ഭഗവാൻ തന്നെ ഋഷികളെയും വലിയ വലിയ സജ്ജനങ്ങളെയും ജ്ഞാനികളെയും ഭക്തരെയും ഒക്കെ ആദരപൂർവ്വം പൂജിക്കുന്നു. അപ്പോൾ ഭക്തരുടെ മുമ്പിൽ ദാസനായിട്ട് ഭഗവാൻ നിൽക്കുന്നു. അവരുടെ എല്ലാ അഭീഷ്ടങ്ങളും സാധിപ്പിക്കുന്നു. അപ്പോൾ സത്പ്രവർത്തികൾ ചെയ്യുന്നതിൽ നിഷ്ഠയുള്ളവനാണ് ഭഗവാൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട് സാധുജനങ്ങളോട്, മഹാത്മാക്കളും സാധുജനങ്ങളും, അതിനെയാണ് നമ്മൾ സന്യാസിമാരെന്നൊക്കെ പറയുക. അവരോട് നമുക്ക് ഉള്ള ആ ഒരു ഭാവം എന്തായിരിക്കണമെന്ന്. നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശനം അനുവ്രജാമ്യഹം നിത്യം പൂയേ ഏതംഗ്രി രേണുഭിഹി എന്ന് ഭാഗവതത്തിലെ ചാപ്റ്റർ ഗീത 11ാമത്തെ ചാപ്റ്ററിൽ 14, 15, 16 ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നും അപേക്ഷിക്കാത്തവനും വിചാരശീലനും അതുപോലെ ശാന്തിയുള്ളവനും ആരിലും വൈരമില്ലാത്തവനും അങ്ങനെ എന്നെ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നവനായ എൻ്റെ ഭക്തനെ. അപ്പോൾ ഭക്തൻ്റെ ക്വാളിറ്റീസാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ വിചാരശീലനായിരിക്കണം, യാതൊന്നിനും ശാന്തിയുള്ളവനായിരിക്കണം. അങ്ങനെയുള്ള എൻ്റെ ഭക്തനെ ഞാൻ എപ്പോഴും പിന്തുടരുന്നു എന്നാണ് പറയുന്നത്. പൂയേ ഏത് അംഗ്രി രേണുഭിഹി, അവൻ്റെ കാലിൽ, എൻ്റെ ഭക്തൻ്റെ കാലിലെ പൊടി എടുത്ത് ഞാൻ എൻ്റെ തലയിൽ
അണിയും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഭക്തൻ്റെ കാലിലെ പൊടി ഇഷ്ടമാവുക എന്ന് പറയുമ്പോൾ വിഷ്ണു ഭഗവാൻ തൻ്റെ ഭക്തനെ പോലും അങ്ങോട്ട് പ്രണമിക്കുന്നു. അല്ലെങ്കിൽ കാലിലെ പൊടി അണിയുക എന്ന് പറയുമ്പോൾ പാദങ്ങളിൽ എന്താ പറയുക, ആ ഒരു പാദങ്ങൾ നമസ്കരിക്കുമ്പോഴാണല്ലോ ആ പൊടി കിട്ടുക, അല്ലെങ്കിൽ പാദ പിന്തുടരുക, അപ്പോഴും കിട്ടും. അപ്പോൾ ഭക്തൻ പോകുന്നു, ഭക്തൻ്റെ കാലിലെ പൊടി ബാക്കിൽ നിന്ന് അതിനെ തലയിൽ എടുത്ത് അർപ്പിക്കുന്നു എന്ന്. ഇനി 242 നാമം സത്കൃത. സത്കൃത സത്കരിക്കപ്പെട്ടവൻ, പൂജിതന്മാരിലും പൂജിക്കപ്പെട്ടവൻ. അപ്പോൾ വിവേകികളായ മനുഷ്യരാലും ഋഷിമാരാലും ദേവന്മാരാലും പല വിധത്തിലുള്ള പൂജാവിധികളോടെ ആരാധിക്കപ്പെടുന്നവൻ. അപ്പോൾ പല വിധത്തിലുള്ള പൂജാവിധികളോടെ സത്കരിക്കപ്പെട്ടവനാണ് ഭഗവാൻ. അതാണ് സത്കൃത. അപ്പോൾ ക്ഷേത്രങ്ങൾ, തീർത്ഥസ്ഥാനങ്ങൾ, അപ്പോൾ ഇതൊക്കെ ഏതേത് രൂപങ്ങളിൽ ആരാധിച്ചോ ഇതെല്ലാം ആത്യന്തികമായിട്ട് ചെന്ന് ചേരുന്ന ഭഗവാനിലേക്കാണ്. എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ നിന്ന് പതിക്കുന്ന ഓരോ തുള്ളി ജലവും ആത്യന്തികമായി സമുദ്രത്തിലേക്ക് എത്തിച്ചേരുന്നത് പോലെ ഏതേത് ദേവതമാരെ ആരാധിച്ചാലും അവസാനം അത് വിഷ്ണു ഭഗവാനിൽ തന്നെ എത്തുന്നു. ഇനി 243 നാമം സാധു. അതായത് ന്യായമനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ എന്നാണ് സാധു എന്നതിനർത്ഥം. സാധു പിന്നെ ആത്മസാക്ഷാത്കാരത്തിന് സാധനകൾ അനുഷ്ഠിച്ച് പ്രയത്നിക്കുന്നയാൾ, സന്യാസി, സജ്ജനം എന്നൊക്കെ അർത്ഥമുണ്ട് സാധു എന്ന പദം. അപ്പോൾ സാധു, സന്യാസി എന്നാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്ന ഒരർത്ഥം. സന്യാസി അല്ലെങ്കിൽ സജ്ജനം. സാധനയിലൂടെ സാധകൻ സാധനം ചെയ്ത് സാധനകളിലൂടെ അനുഷ്ഠാനങ്ങളിലൂടെ ആ സാധ്യത്തിലെത്തിച്ചേരുന്നവൻ എന്നും അർത്ഥമുണ്ട്. സാധനയിലൂടെ, സാധനകൾ എന്ന് പറഞ്ഞാൽ അനുഷ്ഠാനങ്ങൾ, നമ്മൾ പാരായണങ്ങൾ, ജപങ്ങൾ, ഇതൊക്കെ ചെയ്ത് ആ അനുഷ്ഠാനത്തിലൂടെ സാധ്യത്തിലെത്തിച്ചേരുക എന്ന് പറയുമ്പോൾ ആത്മസാക്ഷാത്കാരത്തിൽ എത്തിച്ചേരുന്നു. അതിനെ സാധ്യമാക്കി അനുഗ്രഹിക്കുന്നവനാണ് സാധു എന്ന് പറയുന്നത്. ഇനി 244 ജഹ്നു എന്ന് പറയുമ്പോൾ സംഹാരകാലത്തിൽ ജീവന്മാരെ തന്നിലേക്ക് ലയിപ്പിക്കുന്നവൻ. അപ്പോൾ സംഹാരകാലം എന്ന് പറയുമ്പോൾ പ്രളയകാലത്തിൽ ജീവികളെ അല്ലെങ്കിൽ ജീവജാലങ്ങളെ തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുന്നു. അതാണ് പിന്നെ ജന്നു ശബ്ദം പറയുന്നത്. അപനയിക്കുന്നവൻ അല്ലെങ്കിൽ അജ്ഞാനികളെ ത്യജിക്കുകയും ഭക്തന്മാരെ പരമപദത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നവൻ. അജ്ഞാനികളെ ത്യജിക്കുന്നു ഭഗവാൻ, എന്നാൽ പരമജ്ഞാനികളെ, പരമഭക്തന്മാരെ തൻ്റെ പരമപദത്തിലേക്ക് ഭഗവാൻ തന്നെ നയിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഷഡ്വൈരികൾ ആയിട്ടുള്ള അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം എന്നീ വികാരങ്ങളെ ആശ്രയിച്ച് ഇരിക്കുന്നവർ ഭഗവാനെ വിസ്മരിക്കുന്നു എന്നും അവരെ ഭഗവാൻ ത്യജിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുന്നു. എന്നാൽ സത്തുക്കളെ, സജ്ജനങ്ങളെ ഭഗവാൻ തന്നിലേക്ക് നയിച്ച് അവർക്ക് മോക്ഷം കൊടുക്കുന്നു. അങ്ങനെ ആ ഗുണമുള്ള ഭഗവാനെയാണ് ജഹ്നു എന്ന നാമത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. തന്നെ ലയിപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം. 245 നാരായണ. നാരത്തെ അയനമാക്കിയവൻ. നാരം എന്നാൽ ജ്ഞാനം എന്ന അർത്ഥമുണ്ട്, അല്ലെങ്കിൽ ആത്മാവ്, അല്ലെങ്കിൽ ജലം, ജീവസമൂഹം, ആകാശാദി പഞ്ചഭൂതങ്ങൾ എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ഇതെല്ലാം നാരമാണ്. അതിലെല്ലാം പിന്നെ നാരത്തെ അയനമാക്കിയവനാണ് ഭഗവാൻ. എല്ലാത്തിലും കാരണരൂപമായിട്ട് ഭഗവാൻ ഉണ്ട്. അതാണ് നാരായണൻ. ഇനി ഭഗവത് നാമങ്ങളിൽ ഏറ്റവും പ്രധാനമുള്ളൊരു നാമമാണ് നാരായണൻ. അപ്പോൾ നാരായണ ഉപനിഷത്ത് ഈ നാമത്തെ പറയുന്നു. ഇനി കാണപ്പെടുകയും കേൾക്കപ്പെടുകയും ചെയ്യുന്ന സമ്പൂർണമായ ഈ ജഗത്തിൻ്റെ അകത്തും പുറത്തും എല്ലാം വ്യാപിച്ച് നാരായണൻ സ്ഥിതി ചെയ്യുന്നു എന്ന് മഹാഭാരതം പറയുന്നു. കിഞ്ചിത് ജഗത് സർവം ദൃശ്യതേ ശ്രൂയതേ അപി വാ അന്തർബഹിശ്ച തത്സർവം വാപ്യ നാരായണ സ്ഥിത. അതായത് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, കാണപ്പെടുകയും കേൾക്കപ്പെടുകയും ചെയ്യുന്ന സമ്പൂർണമായ ഈ ജഗത്തിൻ്റെ അകത്തും പുറത്തും എല്ലാം വ്യാപിച്ച് നാരായണൻ സ്ഥിതി ചെയ്യുന്നു.
ഇനി 246 നാമം അസംഖ്യേയ. അസംഖ്യ അതായത് നാമരൂപാദികൾ ഏതെന്ന് നിർണ്ണയിക്കാൻ സാധിക്കാത്തവൻ. ഏകനും അരൂപനും അവ്യാകൃതനുമാണ് ഭഗവാൻ. ബ്രഹ്മരൂപിയായ ഭഗവാൻ പ്രപഞ്ചമായി രൂപം കൊള്ളുമ്പോൾ ബ്രഹ്മാണ്ഡകോടികളായും ഓരോ ബ്രഹ്മാണ്ഡത്തിലും വിവിധ ലോകങ്ങളായും ഓരോ ലോകത്തിലും ബഹുകോടി ജീവികളായും മാറുമ്പോൾ അത് എത്രയെന്ന് തിട്ടപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ പറഞ്ഞ അസംഖ്യേയ, സംഖ്യ കൊണ്ട് നിർണ്ണയിക്കാൻ കഴിയില്ല ഭഗവാന്റെ രൂപത്തെ. ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചം. പ്രപഞ്ചം എന്ന് പറയുമ്പോൾ അനേക കോടി ബ്രഹ്മാണ്ഡങ്ങൾ നിറഞ്ഞാണ്. ഓരോ ബ്രഹ്മാണ്ഡത്തിലും വിവിധ ലോകങ്ങളുണ്ട്. ഇനി ഓരോ ലോകത്തിലും ഓരോ കോടി ബഹുകോടി ശതകോടി ജീവികൾ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിറഞ്ഞ ഈ ഒരു പ്രപഞ്ചത്തിൽ പിന്നെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും അസംഖ്യം ജീവജാലങ്ങളായിട്ട് ഭഗവാൻ ഇരിക്കുന്നു. അതാണ് പറയുന്നത്. ഇനി 248 അപ്രമേയാത്മ. പ്രമാണങ്ങളെ കൊണ്ട് ഗ്രഹിക്കാൻ കഴിയാത്ത ആത്മാവോട് കൂടിയവൻ, സ്വരൂപത്തോട് കൂടിയവൻ എന്ന് വെച്ചാൽ പ്രമാണങ്ങൾ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒന്നുകൊണ്ട് അളക്കാൻ കഴിയില്ല ഭഗവാനെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ ആപ്പിൾ വാങ്ങണമെന്ന് പറയുമ്പോൾ നമ്മൾ ത്രാസ് ഉപയോഗിച്ച് ഇങ്ങനെ അളക്കും, 1 കിലോ 2 കിലോ എന്നൊക്കെ. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് അളക്കാൻ കഴിയാത്ത അതാണ് ഭഗവാൻ. അപ്പോൾ എന്താ പറയുക, മറ്റൊരു വസ്തുവുമായി ഉപമിച്ച് പറയാനും കഴിയില്ല, മറ്റൊരു വസ്തു ഉപയോഗിച്ച് അളക്കാനും കഴിയില്ല. ഭഗവാനെ പ്രമാണങ്ങളെ കൊണ്ട് ഗ്രഹിക്കാനും സാധ്യമല്ല. കാരണം ഭഗവാന് രൂപവുമില്ല, നിർഗുണനാണ്, നിരാകാരനാണ്. അപ്പോൾ ഭഗവാനാകട്ടെ എല്ലാ ഇന്ദ്രിയങ്ങൾക്ക് അതീതനാണ്. എന്നാൽ ഇന്ദ്രിയ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഭഗവാനാകുമ്പോൾ തന്നെ ഈ ഇന്ദ്രിയങ്ങൾക്കൊക്കെ ഭഗവാൻ അതീതനാണ് എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്ത 249 നാമം വിശിഷ്ട, അതായത് സർവശ്രേഷ്ഠൻ എന്നാണ് അതിൻ്റെ അർത്ഥം. വിശേഷണ ശേഷിക്കുന്നവൻ എന്നും പറയാം. മറ്റെന്തെങ്കിലുമായിട്ട് തുലനം ചെയ്യുമ്പോൾ അതിനുള്ള എല്ലാ ഗുണങ്ങളും ഉണ്ടായിരിക്കണം. അപ്പോൾ എല്ലാ ഗുണങ്ങളിലേക്കാളും ഒരു ശ്രേഷ്ഠമായ ഗുണം ഉണ്ടാകുമ്പോഴാണ് അതിനെ നമ്മൾ വിശിഷ്ടൻ എന്ന് പറയുക, അല്ലേ? അപ്പോൾ സർവത്തിലും അതിശയം ആയിട്ടുള്ള സർവശ്രേഷ്ഠനായിട്ടുള്ളവൻ, അതാണ് വിശിഷ്ടൻ. ഇനി 250 നാമം ശിഷ്ടകൃത്, ശിഷ്ടത്തെ ചെയ്യുന്നവൻ. ശിഷ്ടം എന്നാൽ ശാസനം, ശാസനത്തെ ചെയ്യുന്നവനാണ് ശിഷ്ടകൃത്. പ്രപഞ്ചത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഭഗവാന്റെ ശാസന അനുസരിച്ചാണ് നടക്കുന്നത്. ഇപ്പോൾ വായു ചലിക്കുന്നത്, സൂര്യൻ ഉദിക്കുന്നത്, എല്ലാം മേഘത്തെ കൊണ്ട് ഇന്ദ്രൻ മേഘങ്ങളെ കൊണ്ട് വർഷിക്കുന്നത്, അഗ്നി ദഹിപ്പിക്കുന്നത്, മൃത്യു സഞ്ചരിക്കുന്നത് എല്ലാം ഭഗവാന്റെ ശാസനയ്ക്ക് അനുസരിച്ചാണ്. ശിഷ്ടകൃത് എന്ന് പറയുമ്പോൾ ശാസനത്തെ ചെയ്യുന്നവൻ. അത് അങ്ങനെ ശാസനത്തെ ചെയ്ത് എല്ലാവരെയും പരിപാലിക്കുന്നവൻ എന്നും അതിൻ്റെ ഒരു അർത്ഥമുണ്ട്. അപ്പോൾ ശിഷ്ടകൃത് 250 നാമം ശിഷ്ടത്തെ ചെയ്യുന്നവൻ, അല്ലെങ്കിൽ ശിഷ്ടം എന്നാൽ ശാസനം, ശാസനത്തെ ചെയ്യുന്നവൻ ആണ് ശിഷ്ടകൃത്. പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ ശാസനയിലാണ്, ഭഗവാൻ പറയുന്നത് പോലെയാണ് നടക്കുന്നത്. അതാണ് ആ ശാസനത്തെ ചെയ്യുന്നവൻ. വായു ചലിക്കുന്നതും സൂര്യൻ ഉദിക്കുന്നതും മേഘങ്ങൾ വർഷിക്കുന്നതും എല്ലാം ഭഗവാന്റെ ആ ഒരു ശാസനത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ശിഷ്ടകൃത് അല്ലെങ്കിൽ ശാസനം ചെയ്യുന്നവനാണ് ഭഗവാൻ എന്ന് പറഞ്ഞുള്ള ആ ഒരു അർത്ഥം വരുന്ന നാമം ശിഷ്ടകൃത്. അപ്പോൾ ഇത്രയും നാമങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്? സത്കർത്ത സത്കൃത സാധുർജനോ നാരായണോ നര അസംഖ്യേയോ അപ്രമേയാത്മാ വിശിഷ്ടശിഷ്ടകൃത് എന്ന് വരെയാണ് നമ്മൾ ഇപ്പോൾ നോക്കിയത്. അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. അപ്പോൾ ഇങ്ങനെയുള്ള വിഷ്ണു സഹസ്രനാമങ്ങൾ ഒരു പാരായണം നമുക്കൊരു ശീലമാക്കാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്.